ഒന്നും പറയണ്ട എടുത്തേ, ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതായിരിക്കും. ഞാൻ കാരണം എടുത്തേം കൂടി. വേണ്ട ശ്യാമേ, നീ കാരണമൊന്നും ഒരിക്കലും പറയണ്ട. നീ കാരണം എനിക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ശ്യാമ എന്ന ലോകം അറിയപ്പെടുന്ന ഗായികയുടെ കൂടെ നടക്കാൻ പറ്റുന്ന അവസരമല്ലേ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനമായിട്ടാണ് ഞാനത് കണ്ടിട്ടുള്ളൂ. വേദനയുണ്ടോ? പെട്ടെന്ന് ചാടി എഴുന്നേറ്റപ്പം എവിടെ തട്ടിയെന്ന് തോന്നുന്നു. സൂക്ഷിക്കണം കേട്ടോ. മതി മതി. എടുത്തേ, ഇതിനകത്ത് കിടന്ന് മരിക്കുന്നതിന് മുമ്പ് എന്റെ മോളെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? പറ്റും. രാധികയെ ശ്യാമ കാണും, എത്രയും പെട്ടെന്ന് തന്നെ. മോള് ഹലോ രാധികെ. ആ ചേച്ചി, എന്താ ഇപ്പൊ ഈ നേരത്ത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മയെക്കുറിച്ച് എന്തെല്ലാം അറിഞ്ഞോ? അമ്മയ്ക്ക് എന്താ സംഭവിച്ച പോലെ ഒരു തോന്നല്. നോക്ക് രാധികെ, ചെറിയമ്മയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്. നിനക്ക് അതല്പം കൂടുതലായിരിക്കും, കാരണം നിന്റെ പെറ്റമ്മയാ. നിന്റെ അമ്മയെ കണ്ടുപിടിച്ച് തരുമെന്ന് ഞാൻ നിന്നോട് വാക്ക് പറഞ്ഞല്ലേ. ഞാൻ അതിൽ നിന്ന് ഒരു നിമിഷം പോലും പിന്മാറിയിട്ടില്ല. എന്റെ ടീം ഇപ്പോഴും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാ. ചിലപ്പോഴൊക്കെ ഞാൻ വല്ലാത്ത ധൈര്യം കാണിക്കും, ഒന്നും നടന്നിട്ടില്ലാത്ത പോലെ മറ്റുള്ളവരുടെ മുൻപിൽ പെരുമാറും. പക്ഷെ എപ്പോഴും എനിക്കത് സാധിക്കുന്നില്ല. എനിക്ക് എന്നോട് കള്ളം പറയാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ചിലപ്പോ നിയന്ത്രണം വിട്ടുപോകും. എനിക്ക് മനസ്സിലാവും രാധികെ, നീ ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഒട്ടും പേടിക്കാതിരിക്കുക എന്നതാ. അമ്മയെ കണ്ടെത്തുന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കുക. ഇടയ്ക്ക് ഇതുപോലെ വിളിക്കും കേട്ടോ, വേറൊന്നിനുമല്ല. ഇതുപോലൊരു ധൈര്യം തന്നാ മതി. നീ ഇത്ര പാവമായി പോയല്ലോ രാധികെ. എല്ലാം നമുക്ക് പരിഹരിക്കാം. നിന്നെ വിട്ട് നിന്റെ അമ്മയ്ക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല. അത് അമ്മ തന്നെ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അല്ല, വരുണെവിടെ? മുറിയിലുണ്ട്, ഞാനിപ്പോ പുറത്ത് നിൽക്ക. എങ്കിലൊരു കാര്യം ചെയ്, ചെന്ന് കിടന്ന് സമാധാനമായിട്ട് സുഖമായിട്ട് ഉറങ്ങ. ബാക്കിയെല്ലാം നമുക്ക് ശരിയാക്കാന്നേ. ഓക്കെ, ഗുഡ് നൈറ്റ് രാധികെ. ശരി.